ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ്. ഒത്തിരി നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, കാരണം ഡെലിവറിയും കുഞ്ഞിൻ്റെ ആ ഒരു കെയറൊക്കെ ആയിട്ട് ഒത്തിരി തിരക്കായിരുന്നു. അതാണ് വീഡിയോസൊന്നും ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ താഴെയായിട്ട് മെയിനായിട്ട് MLSP റിലേറ്റഡ് ആയിട്ടും ഇപ്പോൾ നടക്കുന്ന എക്സാംസ് റിലേറ്റഡ് ആയിട്ടും DMEയുടെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വീഡിയോ ചെയ്യാമെന്ന്, അതൊന്ന് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി തിരക്കിനിടയിൽ പെട്ടെന്ന് ഓടി വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. കൂടുതൽ MLSP റിലേറ്റഡ് ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്. സോ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കമൻസിനുള്ള റിപ്ലൈ നോക്കാം. അപ്പോൾ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. കൂടുതലും MLSP റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MLSP സെൻട്രൽ ഗവൺമെൻറ് ആണോ ചേച്ചി എന്നാണ്. അതെ, MLSP എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. കാരണം ഇതിന് നമുക്ക് ഫണ്ട് തരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. NHMൻ്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. NHM ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റാണ് നമുക്ക് ഫണ്ട് തരുന്നത്. അതുകൂടാതെ തന്നെ ഇത് മറ്റ് സ്റ്റേറ്റുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റാണ് MLSP എന്ന രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാലറിയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാത്രി അത്യാവശ്യം വന്നാൽ MLSP പോകേണ്ടതുണ്ടോ. അപ്പോൾ നമ്മുടെ MLSP എന്ന് പറയുന്നത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ അത്യാവശ്യം വന്നാൽ MLSP പോകേണ്ടതുണ്ടോ എന്ന്. അങ്ങനെ പോകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 9 to 4 ആണ്. രാത്രിയൊക്കെ ഇപ്പം നമ്മൾ രാത്രിയൊക്കെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി കത്തി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഉടനടി തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എത്തിക്കുക. കാരണം എക്സ്ട്രാ എന്തെങ്കിലും വേണ്ടി വന്നാൽ ഇനി നമ്മൾ പോയി എന്തെങ്കിലും ചെയ്ത് കുറച്ചുകൂടെ കേസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ അതൊക്കെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. സോ രാത്രിയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. രാത്രിയൊക്കെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ തന്നെ ആംബുലൻസ് വിളിച്ച് രോഗിയെ എന്ത് ചെയ്യണം, ഉടനടി അടുത്തുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ രാത്രിയൊന്നും ചെയ്ത് നമ്മൾ വയ്യാവേലികളൊന്നും പിടിച്ചു വെക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MLSP ലീവ് എങ്ങനെയാണ്? സാലറി ഡെയിലി വേജസിലാണോ? സിക്ക് ലീവ് എടുത്താൽ സാലറി കട്ടാകുമോ? അപ്പോൾ MLSP ലീവ് എന്ന് പറയുന്നത് നമുക്ക് 18 അല്ലെങ്കിൽ 18 CL ആണ് ഉള്ളത് കേട്ടോ. 18 CL, അതായത് ഓരോ മന്തും 1.5 CL വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ നമുക്ക് LOP എന്ന് വെച്ചാൽ ലോസ് ഓഫ് പേ എടുക്കണമെങ്കിൽ എടുക്കാം. അതിന് കറക്റ്റായിട്ടുള്ളൊരു റീസൺ വേണം. അതിന് നമുക്ക് സാലറി കിട്ടത്തില്ല. ഈ 18 CL നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. കൂടുതലായിട്ട് ലീവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെറ്റേണിറ്റി ലീവുണ്ട്. ഇപ്പോൾ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയ്യ പറയാം കേട്ടോ. സാലറി ഡെയിലി വേജസിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാലറി ഡെയിലി വേജസിലല്ല. പിന്നെ സിക്ക് ലീവ് എടുത്താൽ സാലറി കട്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സിക്ക് ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാഷ്വൽ ലീവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവമാണ്. സിക്ക് ലീവ് നമ്മൾ LOP അങ്ങനെ എടുക്കുന്നെങ്കിൽ പറ്റത്തുള്ളൂ കേട്ടോ. കൂടുതൽ ലോങ് ടേം സിക്ക് ലീവ് ഒക്കെ വേണമെങ്കിൽ അല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുന്നത് പറയാമോ എന്നാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ നമുക്കൊരു അടുത്തുള്ള സബ് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ CHSലേക്ക് വേണമെങ്കിൽ എന്താണ് കാരണം, എനിക്ക് അടുത്തോട്ട് മാറിയാൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞ് അറിയിച്ചു കൊണ്ടുള്ള ഒരു ലെറ്റർ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തി NHMന് ഫോർവേഡ് ചെയ്യുക. ഒന്നിൽ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവിടെ ഒഴിവ് വരുന്നതനുസരിച്ച് നമുക്ക് അടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടാനൊന്നും വലിയ പാടില്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടിരുന്നാൽ ഒഴിവ് വരുന്നതനുസരിച്ചിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതൊന്നും വലിയ പാടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലിസ്റ്റ് വന്നിട്ട് എത്ര ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ നമുക്കവിടെ NHMന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്മുടെ കയ്യിൽ തരുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മളൊരു 5 ദിവസത്തിനകം ജോയിൻ ചെയ്യണം. മെഡിക്കൽ ഓഫീസറെ കണ്ട് നമ്മൾ ഏത് CHSC ആണോ FHSC ആണോ അവിടെ പോയി മെഡിക്കൽ ഓഫീസറെ കണ്ട് നമ്മൾ ജോയിൻ ലെറ്റർ കൈമാറുക. പിന്നെ നമ്മൾ ക്ലർക്ക് പറയുന്നതനുസരിച്ച് ജോയിൻ ലെറ്ററൊക്കെ എഴുതി കൊടുത്ത്
പിന്നെ എല്ലാം അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. പിന്നീട് അത് നീട്ടിക്കൊണ്ട് പോയാൽ അത് പിന്നെ പ്രശ്നങ്ങളാവും. സോ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ജോയിൻ ലെറ്റർ കൈ കിട്ടി അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈ കിട്ടിയാൽ ജോയിൻ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ സബ് സെൻറ്ററിലും ഓരോ സ്റ്റാഫാണോ എന്നാണ്. അതെ, ഓരോ സബ് സെൻറ്ററിന് ഓരോ MLSP സ്റ്റാഫാണ്. അത് കൂടാതെ തന്നെ അവിടെ നമ്മുടെ ഒരു JPHN കാണും, പിന്നെ ആ സബ് സെൻറ്ററിൻ്റെ വർക്കിനായിട്ടുള്ള ഒരു GHA കാണും, ആശാ വർക്കേഴ്സ് കാണും. അപ്പോൾ MLSP പോസ്റ്റ് ഒന്നേ ഉള്ളൂ, ഒരു സബ് സെൻറ്ററിൽ ഒന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു CHSൽ 7 സബ് സെൻറ്റർ ഉണ്ടെങ്കിൽ 7 MLSPs കാണും, ഒരു സബ് സെൻറ്ററിൽ ഒരു MLSP. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് MLSP ആരെങ്കിലും ടെമ്പററിയിൽ നിന്നും പെർമനൻറ്റ് ആയവരുണ്ടോ ഇൻ കേരള, പ്ലീസ് റിപ്ലൈ. അപ്പോൾ കേരളത്തിൽ MLSP ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതൊരു ടെമ്പററി പോസ്റ്റാണ്, കോൺട്രാക്റ്റ് ജോബാണ്, 1 ഇയർ കോൺട്രാക്റ്റ് പുതുക്കി അതൊരിക്കലും ആരെയും ഇതുവരെയും പെർമനൻ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ സീനിയേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മുടെ സീനിയേഴ്സിനെ ആരെയും ഇതുവരെ പെർമനൻ്റ് ആക്കിയിട്ടില്ല. ഇതൊരു NHM ആണ്, അത് ഓർക്കുക, കോൺട്രാക്റ്റ് ജോബാണ്. സോ ഇതൊരു ടെമ്പററി രീതിയിലാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെയും പെർമനൻ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ നേരത്തെ ഞാനൊരു ലീവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് 1.5 CL അല്ല 3 months കൂടുമ്പോൾ നമുക്ക് 5 days എടുക്കാമെന്ന്. പക്ഷേ എൻ്റെ അറിവിൽ ഒരു 1.5 CL ആണ്, 3 months കൂടുമ്പോൾ 5 days എടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കും, പക്ഷേ എൻ്റെ അറിവിൽ ഇതാണ്. അപ്പോൾ അങ്ങനെ എടുക്കാമായിരിക്കും. ഞങ്ങൾ 1.5 CL ആയിട്ടാണ് എടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ് സെൻറ്ററിൽ എത്ര സ്റ്റാഫ് കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളൊരു സബ് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ ആ ഒരു ഏരിയയിൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് ഇപ്പോഴാണ് MLSP പോസ്റ്റ് വന്നത്. അപ്പോൾ മുൻപൊക്കെ ഒരു JPHN, GHA, പിന്നെന്താണ് ആശാ വർക്കർമാർ. അപ്പോൾ ഒരു സബ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു 3 വാർഡൊക്കെ ഉള്ളൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ സബ് സെൻറ്റർ ചൂട് സബ് സെൻറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് 6 ആശമാരുണ്ട്, ഒരു GHA, ഒരു JPHN, പിന്നെ ഒരു MLSP. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുള്ളത് വൺസ് നമ്മൾ MLSP ജോബിൽ ജോയിൻ ചെയ്താൽ കോൺട്രാക്റ്റ് പീരീഡ് കഴിഞ്ഞാലാണോ ഇറങ്ങാൻ പറ്റുള്ളൂ? അല്ല, കോൺട്രാക്റ്റ് നമുക്ക് 1 year കോൺട്രാക്റ്റ് നമ്മൾ പുതുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മൾ MLSP ഇപ്പോൾ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ജോബായി അല്ലെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 15 ദിവസം നമ്മൾ ഇറങ്ങുന്നതിന് 15 ദിവസത്തിന് മുൻപായിട്ട് തന്നെ നമ്മൾ റിസൈൻ ലെറ്റർ നമ്മൾ മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിച്ച് റിസൈൻ ലെറ്റർ നമ്മൾ NHM കൊണ്ടു കൊടുക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യാം. അപ്പോൾ 15 ദിവസത്തിന് മുൻപേ അറിയിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം കോൺട്രാക്റ്റ് പീരീഡ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഡെയിലി ഫീൽഡ് വർക്ക് ഉണ്ടാവുമോ എന്നാണ്. അപ്പോൾ MLSP എന്ന് പറയുന്നത് മിഡ് ലെവൽ സോഷ്യൽ സർവീസ് പ്രൊവൈഡറാണ്. എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ഫീൽഡ് വർക്കാണ്. പക്ഷേ ഡെയിലി ഫീൽഡ് വർക്കാണെന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം നമുക്കിപ്പം കൂടുതലും പ്രയോറിറ്റി ഹൗസ് വിസിറ്റാണ്. അതായത് പ്രയോറിറ്റി ഹെൽത്ത് ഇഷ്യൂസുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവർക്ക് കെയർ കൊടുക്കുക. അത് തന്നെ ഒരു ആഴ്ചയിൽ 3 ദിവസം വരുന്നുണ്ട്. പിന്നെ ഇപ്പം കുറേ അധികം വർക്ക് നമുക്ക് തരുന്നുണ്ട്. വെക്ടർ സർവേ, അതൊക്കെ ഫീൽഡ് വർക്കാണ്, അറിയാമല്ലോ. വെക്ടർ സർവേ, പിന്നെ എന്തുവാ NCD ഒക്കെ നമ്മൾ സബ് സെൻറ്ററിലുള്ളത് എല്ലാ ഫീൽഡിലാണ് ക്രമീകരിക്കുന്നത്. കൂടുതലും ഫീൽഡ് വർക്കാണ്. എന്നാൽ എന്നും ഫീൽഡിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. നമുക്ക് CHSയിലും അത് IDSP മീറ്റിങ്ങും അതിൻ്റെതായിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. സോ നമ്മൾ അതിൽ കയറി കഴിയുമ്പോൾ അറിയാം ഓരോ ആഴ്ച നമ്മൾ എന്ത് ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്രമമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഡ്യൂട്ടി. ഒരു 3/4 ഭാഗവും ഫീൽഡ് ഡ്യൂട്ടി ആണെന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് JPHN ഹോം വിസിറ്റ് ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത്, ഫുൾ ടൈം ഫീൽഡ് വർക്കാണോ? ഇത് എന്തുകൊണ്ട് JPHൻ്റെ കാര്യം ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഹോം വിസിറ്റ് ഉണ്ട്. കാരണം അവർ കൂടുതലും നോക്കുന്നത് നമ്മുടെ RCH ചൈൽഡ് ഹെൽത്ത് സേവനങ്ങളാണല്ലോ. സോ അവർ ഇപ്പോൾ നമ്മുടെ ആൻറ്റിനേറ്റൽ കെയർ, ആൻറ്റിനേറ്റൽ വിസിറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ MLSP കൂടെ പോകാറുണ്ട്. അവർ ഒറ്റയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. MLSPയുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ പ്രയോറിറ്റി ഹോം വിസിറ്റ് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. JPHNs കൂടെ പോകുന്നവരും ഉണ്ട്. മാക്സിമം ടീമായിട്ട് വർക്ക് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേച്ചി എത്ര ഇയറാണ് കോൺട്രാക്റ്റ്? അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് എഴുതുന്നത് 1 ഇയറിലേക്ക് വേണ്ടിയാണ്. കൂടുതലും മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ് കോൺട്രാക്റ്റ് എഴുതാൻ വരുന്നത്. അപ്പോൾ മാർച്ച് 1 ഇയർ, 1 വർഷത്തേക്കാണ് നമ്മൾ കോൺട്രാക്റ്റ് എഴുതുന്നത് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മസ്റ്റാണോ? മസ്റ്റാണ്. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ KNMC സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ എന്ന് പറയാമോ, നെക്സ്റ്റ് എക്സാം എപ്പോഴാണെന്ന് അറിയോ. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ PSC എക്സാംസ് പോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാം പഠിക്കുക, നഴ്സിംഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പഠിക്കുക, എല്ലാത്തിനും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻക്ലൂഡിങ് GK ഉണ്ടായിരിക്കും. ഞാനൊക്കെ എഴുതിയപ്പോൾ GK ഉണ്ടായിരുന്നു. സോ നമ്മൾ എല്ലാം പഠിക്കുക. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മൾ സാധാ PSC എക്സാം എഴുതുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ മാർക്കിംഗ് അനുസരിച്ചിട്ടാണ്, നെഗറ്റീവ് മാർക്കൊക്കെ പോയിട്ട് മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. പ്ലസ് ഇൻ്റർവ്യൂ ഉണ്ട്, ഇതിന് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. അതിൽ നിന്നാണ് നമ്മൾ ആ റാങ്ക് അനുസരിച്ചിട്ട് വിളിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സാം ഇപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാം അത് നമ്മുടെ MLSPയുടെ ഒഴിവ് വരുന്നത് അനുസരിച്ചിട്ട് ആണ് എക്സാം വിളിക്കുന്നത്. ഇപ്പോൾ MLSP പോസ്റ്റ് കയറുന്ന എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിൽക്കുന്നില്ല, പുറത്തോട്ട് പോകുന്നവരുണ്ട്, പിന്നെ അല്ലാതെ പെർമനൻറ്റ് ജോബ് എഴുതിയെടുക്കുന്നവരുണ്ട്. സോ അപ്പോൾ ഒത്തിരി ഒഴിവ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു എക്സാം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നേഴ്സിംഗ് ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇതറിയാൻ പറ്റും, എപ്പോഴാണ് എക്സാം വരുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനും ഡേറ്റ അറിയുവാണെങ്കിൽ ഞാനും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു, 10 years ഗ്യാപ്പ് ഉണ്ട്, യെസ്റ്റർഡേ ആണ് അപ്ലൈ ചെയ്തത്. ആഫ്റ്റർ എന്തൊക്കെ ചെയ്യണം, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ 10 years ഗ്യാപ്പൊന്നും ഇതിൽ പ്രശ്നമില്ല കേട്ടോ. ഞാനും 5 years ഗ്യാപ്പൊക്കെ ഉള്ള ആളായിരുന്നു. ഗ്യാപ്പൊന്നും ഇതിൽ പ്രശ്നമില്ല, എല്ലാവർക്കും എഴുതാം. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ ആളാണ്, എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് അപ്ലൈ ചെയ്യാമോ. ഞാനും BSc നഴ്സിംഗ് കഴിഞ്ഞ ആളായിരുന്നു, എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാം, എഴുതിയിട്ടാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു ആശാ വർക്കർ ചെയ്യുന്ന വർക്ക് എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാമോ. ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ആശാ വർക്കർ ചെയ്യുന്ന വർക്ക് എൻ്റർ ചെയ്യുന്നത് JPHനാണ്, അത് നമ്മുടെ ഡ്യൂട്ടി അല്ല. സോ അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. ഇപ്പം ആശാ വർക്കർ ചെയ്യുന്നത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, JPHൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അവർക്ക് എൻ്റർ ചെയ്യേണ്ട പോർട്ടൽസും ഉണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് MLSPയുടെ ഡ്യൂട്ടി ടൈമാണ്. ഡ്യൂട്ടി ടൈം 9 to 4, നല്ല ടൈമിംഗ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പറ്റിയൊരു ഡ്യൂട്ടി ടൈമാണ് 9 to 4 എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണോ, GNM നഴ്സിംഗ് പഠിച്ചവർക്ക് എക്സ്പീരിയൻസ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കയറിയ ടൈമിൽ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ GNM പഠിച്ചവർക്ക് എക്സ്പീരിയൻസ് 1 year എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. BSc നഴ്സിംഗ് കുഴപ്പമില്ല. സോ BSc MSc കുഴപ്പമില്ല. GNM പഠിച്ചവർക്ക് 1 year നഴ്സിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MLSP എക്സാം എല്ലാ വർഷവും ഇല്ലെന്നാണ്. എല്ലാ വർഷവും കണ്ടിട്ടില്ല, ഒരു ഒഴിവ് അനുസരിച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നഴ്സിംഗ് ഗ്രൂപ്പ്സിലൊക്കെ ആഡായി അതിനകത്തൊക്കെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, സമയം സെറ്റ് ആകുന്നില്ല, ഈ എക്സാം പാസ്സായി കിട്ടാൻ എങ്ങനെയൊക്കെ ശ്രമിക്കണം. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് MLSP ആകാൻ, അതായത് സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേര് MLSP ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എക്സാം പാസ്സാകാനായിട്ട് പഠിക്കുക, അത്ര തന്നെ. നമ്മളിപ്പോൾ ഒരുപാട് നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഇതിനൂടെ പ്രിപ്പയർ ചെയ്യുക. വേറെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല, എന്നാലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചതെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതെല്ലാം ഒന്ന് കവറപ്പ് ചെയ്യുക. നമ്മൾ എക്സാംസിന് തുടരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതിലോട്ട് പ്രാവർത്തികമാക്കിയാൽ മതി. പ്രത്യേകിച്ചുള്ള തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർ ഇതിനെ ശ്രദ്ധിച്ച് തുടങ്ങിയ പിന്നെ കുറച്ചുകൂടെ ഇത് ടഫായിട്ടുണ്ട് ക്വസ്റ്റ്യന്. ആദ്യം നമ്മൾ എഴുതിയപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു, ഇപ്പോഴും കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നഴ്സിംഗിന് പഠിച്ച എല്ലാ കാര്യങ്ങളും റൗണ്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഒരു ജോലി ഉണ്ടെന്ന് കരുതി, ടൈമില്ല എന്ന് കരുതി നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുക. ഓക്കെ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചാൽ അത് കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് എക്സാംസിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സസും ഒരുപാട് ക്വസ്റ്റ്യൻ Q&A ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കുക. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി പെൻഷൻ കിട്ടുമോ എന്നാണ്. പെൻഷൻ അപ്പോൾ സാലറിയുടെ കാര്യം പറയുവാണെങ്കിൽ സാലറി തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പെൻഷൻ ഇല്ല കേട്ടോ, ഇതിന് പെൻഷനൊന്നുമില്ല. പിന്നെ നമുക്ക് സാലറി തന്നെ ഇപ്പോൾ ഭയങ്കര ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഞാൻ പറയാം, അതിൻ്റെ കുറച്ച് ഡ്രോബാക്സ്.
അപ്പോഴത്തേക്ക് നമ്മളിപ്പം അത്യാവശ്യം ഒരു പ്രൈവറ്റിൽ നല്ല ജോലിയൊക്കെ ആണ് എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇട്ടെറിഞ്ഞിട്ട് വരരുത്. നല്ലോണം ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. കാരണം നല്ല ജോലിയാണ്, നല്ല ഈസിയാണ് ചെയ്യാൻ, വേറെ ഭയങ്കര മെൻ്റൽ ടെൻഷനൊന്നും ഇല്ല നമ്മൾ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ. പക്ഷേ സാലറിയൊക്കെ ഭയങ്കര ബേസിക് സാലറിയൊക്കെ കുറവാണ്. അത് മാത്രമല്ല ഇപ്പോൾ കുറച്ചുകൂടെ വർക്ക് കൂടുതലാണ്, നമ്മൾ കയറിയ പോലെയൊന്നും അല്ല. പിന്നെ കിട്ടുന്നത് ലേറ്റായിട്ടൊക്കെയാണ്. സോ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MLXP എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓക്കെ, നമ്മുടെ PSC എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇത് പെർമനൻ്റ് ആണോ അതോ 6 മന്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? 6 മന്ത് അല്ല, 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. അത് കഴിയുമ്പം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പുതുക്കി എടുക്കാം. കോൺട്രാക്റ്റ് ജോബാണ്, അതൊരു പെർമനൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ പോകണം. ഇതൊരു കോൺട്രാക്ട് ബേസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയി ബട്ട് ഇപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് 2 മന്ത് ആയുള്ളൂ. അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്തിട്ട് ലീവ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പ്ലീസ് റിപ്ലൈ മീ. അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഉടനെ വിളിക്കുമായിരിക്കും അല്ലേ, എനിക്ക് റാങ്കൊന്നും അറിയത്തില്ല ഇയാളുടെ. അപ്പോൾ വിളിക്കുവാണെങ്കിൽ മെറ്റേണിറ്റി ലീവ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നമുക്ക് ബാക്കി മെറ്റേണിറ്റി ലീവ് കിട്ടും കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കേണ്ട, നമുക്ക് ജോയിൻ ചെയ്തിട്ട് മെറ്റേണിറ്റി ലീവ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഞാൻ ANM നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. ANM നഴ്സിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. GNM MSc PSC ഓക്കെ, അവർക്കാണ് ഇത് പറ്റുക കേട്ടോ. പിന്നെ വാർഡ് ഡ്യൂട്ടി എന്താ? വാർഡ് ഡ്യൂട്ടി ഒന്നുമില്ല, നമുക്ക് ഫീൽഡ് വർക്കാണ്. ആദ്യമൊക്കെ നമുക്ക് വാർഡ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ജോബ് റെസ്പോൺസിബിലിറ്റി ഒന്നും വരാത്തത് കാരണം നമ്മൾ ആദ്യമൊക്കെ വാർഡ് ഡ്യൂട്ടി എടുപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി നമുക്ക് കറക്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. ഒത്തിരി ചെയ്യാനുമുണ്ട് നമുക്ക്. സോ നമുക്ക് വാർഡ് ഡ്യൂട്ടി ഒന്നുമില്ല, നമുക്ക് കൂടുതലും ഫീൽഡ് വർക്ക് ആൻഡ് സബ് സെൻറ്റർ ഡ്യൂട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മലയാളത്തിലാണോ ആൻസർ പറയുന്നത്? പ്ലീസ് റിപ്ലൈ. ഇൻ്റർവ്യൂവിന് മലയാളത്തിൽ ആൻസർ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ആൻസർ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഒരു ഇത് തോന്നത്തില്ല, കുറച്ച് മാർക്ക് കിട്ടാനൊക്കെ കുറച്ച് നല്ലതായിരിക്കും. മലയാളത്തിലും പറയാൻ കുഴപ്പമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഈ 25 കോൾസ് പെർ മന്ത് എന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്യണമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഈ സഞ്ജീവിനി നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് MLSPയുടെ. ഒരു മാസം 25 കോൾസ് മിനിമം ചെയ്തിരിക്കണമെന്നാണ്. കുറച്ച് പാടായിട്ടുള്ളൊരു ജോബാണത്. കാരണം 25 കോൾസൊക്കെ ഭയങ്കര നെറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടാണ് കിട്ടാൻ. കൂടുതലും സബ് സെൻറ്റേഴ്സ് ഉള്ളിലോട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നെറ്റ് റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരു മാസം 25 കോളൊക്കെ പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്താലേ കിട്ടത്തുള്ളൂ കേട്ടോ. സോ അതൊരു കഷ്ടപ്പാടാണ്. പിന്നെ കേരളത്തിന് പുറത്ത് ഈ 25 കോൾസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി എനിക്ക് MLSP കിട്ടി, എല്ലാം ശരിയായി, എനിക്ക് ജോയിൻ ചെയ്യണം. ബട്ട് എനിക്കിപ്പോൾ MLSP പോകാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? പോകണ്ട. അപ്പോൾ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എല്ലാം കിട്ടി, അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈ കിട്ടിയാണ്, ഇപ്പോൾ പോകാൻ തോന്നുന്നില്ല എന്ന് തിരിച്ച് NHMൽ പോയി പറയുക. അപ്പോൾ ആ ഒരു ഒഴിവ് അവിടെ രേഖപ്പെടുത്തും. ആ ഒഴിവ് പിന്നെ താല്പര്യമുള്ള ആർക്കെങ്കിലും അവർ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകണ്ട. ഓക്കെ, അവിടെ ചെന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MLSP എക്സാം GNMന് എഴുതാൻ പറ്റുമ്പോഴാണ്. GNM പഠിച്ചവർക്ക് എഴുതാൻ കേട്ടോ. 1 ഇയർ നഴ്സിംഗ് എക്സ്പീരിയൻസും കൂടെ വേണം. നെക്സ്റ്റ്, അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോബല്ല ഫ്രസ്ട്രേറ്റഡ്. ഓക്കെ, ഫ്രസ്ട്രേറ്റഡ് ജോബാണ്. കാരണം ഇപ്പോൾ കുറച്ച് ഫീൽഡ് വർക്കൊക്കെ അധികമാണ്. വെക്ടർ സർവേ ആഡ് ചെയ്തു, ഈ സഞ്ജീവിനി 25 കോൾസ് മസ്റ്റ് അടിച്ച് വേണം. അങ്ങനെ കുറച്ച് അധികം ഡ്യൂട്ടീസ് വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് ഇപ്പോൾ ആൾക്കാർ. ആദ്യത്തെ പോലെ ഈസി അല്ല, അത് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ലോണം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഉള്ള ജോബൊക്കെ കളയാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ലീവ് അല്ലാതെ എക്സ്ട്രാ ലീവ് എടുക്കണമെങ്കിൽ ആരുടെ പെർമിഷനാണ് എടുക്കേണ്ടത്? എക്സ്ട്രാ ലീവ് എടുത്താൽ LOP ആകുമ്പോൾ പ്ലീസ് റിപ്ലൈ. റെക്കമെൻഡഡ് ലീവ് അല്ലാതെ എക്സ്ട്രാ ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ മെഡിക്കൽ ഓഫീസറിൻ്റെ നിന്ന് സൈൻ മേടിച്ച് ആ ലെറ്റർ നമ്മൾ NHM 5 ദിവസം വരെ നമ്മുടെ MOയ്ക്ക് മെഡിക്കൽ ഓഫീസറിന് നമുക്ക് ലീവ് അനുവദിക്കാം. 5 ദിവസത്തിൽ കൂടുതൽ എടുക്കണമെങ്കിൽ, LOP ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ നേരെ മെഡിക്കൽ ഓഫീസറിൻ്റെ സൈൻ ചെയ്തൊരു ലെറ്റർ NHMനാണ്, അവിടെ നിന്നാണ് അത് പാസ്സായി വരേണ്ടത്. LOP ആയിട്ട് അത് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് എക്സ്ട്രാ റെക്കമെൻഡഡ് ലീവിന് പുറമെ നമുക്ക് സാലറിയോടെ ലീവ് അവർ തരത്തില്ല, LOP ആയിരിക്കും. ഓക്കെ, മെറ്റേണിറ്റി ലീവിന് സാലറി ഉണ്ട്.
കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാം കഴിയാതെ ഇൻ്റർവ്യൂ വിളിക്കും. എക്സാം കഴിയാതെ ഇൻ്റർവ്യൂ വിളിക്കത്തില്ല കേട്ടോ. എക്സാം കഴിഞ്ഞ് അതിൻ്റെ ഒരു മാർക്ക് വന്നിട്ട് ആണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഹായ് ചേച്ചി, MLSP ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള സബ് സെൻറ്ററിൽ വേക്കൻസി ഉണ്ടായാൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാം. നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഓരോരോ ബാച്ചായിട്ട് നമ്മൾ NHMൽ വിളിക്കും. സോ അപ്പോൾ അവരെങ്ങനെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഒഴിവുള്ള സബ് സെൻറ്റേഴ്സ്, വേക്കൻസി ഉള്ള സബ് സെൻറ്റേഴ്സ്. അപ്പോൾ അത് നമ്മുടെ വീടിനടുത്തുള്ള സബ് സെൻറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു റാങ്ക് അനുസരിച്ച് അവരിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ, നമ്മളെ വിളിക്കുന്ന ടൈമിൽ ആ ഒഴിവ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. നമുക്ക് നമ്മുടെ ആ ഒരു അടുത്തുള്ള സബ് സെൻറ്റർ ഒഴിവായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവിനെ പറ്റിയാണ്. മെറ്റേണിറ്റി ലീവ് ഉണ്ടോ, സാലറി കിട്ടുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പോൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് 6 മാസം മെറ്റേണിറ്റി ലീവ് കിട്ടും, സാലറിയും കിട്ടും. പക്ഷേ ഈ മെറ്റേണിറ്റി ലീവ് നമ്മൾ NHM ബ്രേക്കിന് മുമ്പ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് 6 മന്തിൻ്റെ സാലറി കിട്ടൂ. ഇപ്പോൾ നമുക്ക് ഈ മെറ്റേണിറ്റി ലീവ് ഈ ബ്രേക്കിൻ്റെ ഇടയ്ക്കാണ്. NHM ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളെ കോൺട്രാക്റ്റ് വരുന്നൊരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു ബ്രേക്കിന് ശേഷമുള്ള മെറ്റേണിറ്റി ലീവ് നമുക്ക് LOP ആയിട്ടേ കിട്ടത്തുള്ളൂ, സാലറി കിട്ടത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡെലിവറി എന്ന് വെച്ചാൽ ഒക്ടോബറിനായിരുന്നു. അപ്പോൾ ഒക്ടോബർ, ഇപ്പോൾ NHM ബ്രേക്ക് വരുന്നത് മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തിന് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരാളുടെ ഡെലിവറി ജനുവരിയിലാണ് കഴിഞ്ഞതെന്ന് നോക്കാം. അപ്പം ജനുവരിയിലാണ് കഴിഞ്ഞെങ്കിൽ ജനുവരിയിലേക്ക് ഫെബ്രുവരി, മാർച്ച് വരെയുള്ള മെറ്റേണിറ്റി ലീവിൻ്റെ സാലറി കിട്ടും. പക്ഷേ പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ ബ്രേക്ക് ആവത്തില്ല. എന്നുവെച്ചാൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്ന ലീവ് LOP ആയിട്ടായിരിക്കും പോകുന്നത്. ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള മെറ്റേണിറ്റി ലീവ് നമുക്ക് അതിൽ സാലറി കിട്ടത്തില്ല, നമുക്ക് ലീവ് എടുക്കാം LOP ആയിട്ട്, പൈസ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു NHMൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് നോക്കണം. അത് നോക്കിയൊക്കെ വേണം ബേബി പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ സാലറി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കോവർക്കറിന് തന്നെ ഡിസംബറിലോ ജനുവരിയിലോ അങ്ങോട്ടായിരുന്നു ഡെലിവറി. അപ്പോൾ NHM ബ്രേക്കിന് ശേഷം അവർക്ക് കിട്ടിയിട്ടില്ല, അതുവരെയുള്ള സാലറി കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബ്രേക്കിന് മുമ്പേ നമ്മുടെ മെറ്റേണിറ്റി ലീവ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച്, സാലറിയെ കുറിച്ച് പറഞ്ഞാൽ. വേറെ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിന് നമുക്ക് പേയ്മെൻറ്റോ നമുക്ക് സഹായങ്ങളോ ഒന്നും തന്നെ ഇല്ല. ESIയുടെ ഇതായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല, പെൻഷനില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റേണിറ്റി ലീവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ MLSP ആയവർക്കും MLSP ആകാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവരുടെ ലൈഫ് നല്ലതായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടും ഒന്ന് ക്ലിയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ, സീ യു അഗൈൻ.